ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് ഒരു 2 വലിയ ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു 2 പച്ചമുളകും 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 10-11 കാഷ്യൂ മതിയാവും, അതും കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിരിക്കണം. അടുത്ത് നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് അതിലോട്ട് ഒരു 3 ഏലയ്ക്ക് 2 ഗ്രാമും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 2 സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് കുക്കായി വരാൻ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ഇട്ട് അത് നന്നായിട്ട് അതിൻ്റെ മസാല മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കാരണം അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ടാണേ. ഓയിലൊക്കെ അങ്ങനെ റിലീസാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് 1 കപ്പോളം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫ്രോസൺ പീസും പനീറും കൂടെ ഇട്ട് കൊടുക്കണം. ഫ്രോസൺ പീസ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അതിലോട്ട് നമുക്ക് ഇത്തിരി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഉപ്പും കൂടെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ പനീറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ഇട്ടതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ച് സെക്കൻഡ് മാത്രം ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് എടുക്കണേ. ഇതൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് അവസാനം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല